ഒന്നാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏതാണ്? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് മാംഗ്രോവ് ഫോറസ്റ്റ് ഇൻ ദ വേൾഡ്? ഉത്തരം സുന്ദർബൻസ്. രണ്ടാമത്തെ ചോദ്യം. രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? വിച്ച് റൂളർ ഈസ് നോൺ ആസ് ദ സെക്കൻഡ് അശോക? ഉത്തരം കനിഷ്കൻ. മൂന്നാമത്തെ ചോദ്യം. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഭേദഗതി ഏതാണ്? വിച്ച് അമെൻമെന്റ് ഈസ് നോൺ ആസ് ദ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ? ഉത്തരം 42-ാം ഭേദഗതി. നാലാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി? ഉത്തരം കരൾ, ലിവർ. അഞ്ചാമത്തെ ചോദ്യം. കുണ്ടറ വിളംബരം നടന്ന വർഷം എന്നാണ്? ഇൻ വിച്ച് ഇയർ ഡിഡ് ദ കുണ്ടറ പ്രൊക്ലമേഷൻ ടേക്ക് പ്ലേസ്? ഉത്തരം 1809 ജനുവരി 11. ആറാമത്തെ ചോദ്യം. ഇന്ത്യയിൽ GST നിലവിൽ വന്നത് എന്നാണ്? When did GST come into effect in India? ഉത്തരം 2017 ജൂലൈ 1. ഇത് ഒരു രാജ്യം ഒരു നികുതി എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഏഴാമത്തെ ചോദ്യം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? Who was the first Malayali to win the Jnanpith Award? ഉത്തരം G. ശങ്കരക്കുറുപ്പ്. എട്ടാമത്തെ ചോദ്യം. 2024 ഒളിമ്പിക്സ് നടന്ന നഗരം ഏതാണ്? In which city were the 2024 Olympics held? ഉത്തരം പാരീസ്. ഒൻപതാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? വിച്ച് ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ? ഉത്തരം പരം 8000. പത്താമത്തെ ചോദ്യം. ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് ഏത് വർഷമാണ്? ഇൻ വിച്ച് ഇയർ ഡിഡ് ദ മോഡേൺ ഒളിമ്പിക് ഗെയിംസ് ബിഗിൻ? ഉത്തരം 1896. 11ാമത്തെ ചോദ്യം. കമ്മ്യൂണൽ അവാർഡിന് എതിരെ ഗാന്ധിജി ഉപവാസം നടത്തിയത് ഏത് ജയിലിൽ വെച്ചാണ്? ഇൻ വിച്ച് ജയിൽ ഡിഡ് ഗാന്ധിജി ഗോ ഓൺ എ ഫാസ്റ്റ് എഗൻസ്റ്റ് ദ കമ്മ്യൂണൽ അവാർഡ്? ഉത്തരം യർവാദ സെൻട്രൽ ജയിൽ. 12ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ അവതരിപ്പിച്ചത് ഏത് കേസിലൂടെയാണ്? Through which case was the basic structure doctrine introduced in the Indian Constitution? ഉത്തരം കേശവാനന്ദ ഭാരതി കേസ്. 13ാമത്തെ ചോദ്യം. 2024 ICC പുരുഷ T20 ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? Who won the 2024 ICC Men's T20 World Cup? ഉത്തരം ഇന്ത്യ. 14ാമത്തെ ചോദ്യം. കൂറുമാറ്റ നിരോധന നിയമം ഉൾപ്പെടുന്ന ഭരണഘടനാ ഷെഡ്യൂൾ ഏതാണ്? In which schedule of the Constitution contains the anti-defection law? ഉത്തരം 10ാം ഷെഡ്യൂൾ. 15ാമത്തെ ചോദ്യം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? In which year did the Vaikam Satyagraham take place? ഉത്തരം 1924. 16ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ പുരസ്കാരം ഏതാണ്? What is the highest civilian award in India? ഉത്തരം ഭാരത് രത്ന. 17ാമത്തെ ചോദ്യം.
ഗാന്ധിജി പങ്കെടുത്ത ഏക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? വിച്ച് വാസ് ദ ഓൺലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെഷൻ presided over by ഗാന്ധിജി? ഉത്തരം ബെൽഗാം സമ്മേളനം. 18ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഏതാണ്? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് റിവർ ബേസിൻ ഇൻ ഇന്ത്യ? ഉത്തരം ഗംഗാ നദീതടം, ഗംഗാ റിവർ ബേസിൻ. 19ാമത്തെ ചോദ്യം. ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് ഏത് വർഷമാണ്? ഇൻ വിച്ച് ഇയർ ഡിഡ് ദ മോഡേൺ ഒളിമ്പിക് ഗെയിംസ് ബിഗിൻ? ഉത്തരം 1896. ഗ്രീസിലെ ഏതൻസിൽ വെച്ചാണ് ഈ ഒളിമ്പിക്സ് നടത്തുന്നത്. 20ാമത്തെ ചോദ്യം. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് വൈറ്റമിൻ സി? ഉത്തരം അസ്കോർബിക് ആസിഡ്. 21ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? വിച്ച് ഈസ് ദ ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ഇൻ ഇന്ത്യ? ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ്. 22ാമത്തെ ചോദ്യം. ഹൈക്കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കുവാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? വിച്ച് ആർട്ടിക്കിൾ എംപവേഴ്സ് ഹൈക്കോർട്ട്സ് ടു ഇഷ്യൂ റിട്ട്സ്? ഉത്തരം ആർട്ടിക്കിൾ 226. 23ാമത്തെ ചോദ്യം. അജന്ത ഗുഹാചിത്രങ്ങൾ ഏത് മതവുമായി ബന്ധപ്പെട്ടതാണ്? ദ അജന്ത കേവ് പെയിന്റിംഗ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് വിച്ച് റിലീജിയൻ? ഉത്തരം ബുദ്ധമതം. 24ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? വിച്ച് വാസ് ദ ഫസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ? ഉത്തരം ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. 1955 ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി രൂപാന്തരപ്പെട്ടു. അവസാനത്തെ ചോദ്യം. 25. ലോകത്തിലെ ആദ്യത്തെ തടിയിൽ നിർമ്മിച്ച ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? വിച്ച് കൺട്രി ലോഞ്ച് ദ വേൾഡ്സ് ഫസ്റ്റ് വുഡൻ സാറ്റലൈറ്റ്? ഉത്തരം ജപ്പാൻ.